അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വൈറലാകാമെന്നും എങ്ങനെ വലിയ കാശുകാരനാകാമെന്നുമൊക്കെയുമുള്ള തകൃതിയായ ചിന്തയിലാണ് നമ്മളിൽ പലരും. പ്രായവ്യത്യാസം ഇല്ല. ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. വളരെ രസകരമായ അവതരണ ശൈലിയാണ്. ഒരു വിദ്യാർത്ഥിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികം പ്രായം ഒന്നും ഇല്ല. ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞാടുന്ന ഒരു വിദ്യാർത്ഥി. ഒരുപാട് വീഡിയോസുകൾ അദ്ദേഹം ആക്ഷേപഹാസ്യത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ രസകരമാണ് അവതരണങ്ങൾ. പക്ഷേ പല വീഡിയോകളും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത് ഇട്ട ഒരു വീഡിയോ അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. വിശുദ്ധ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ, പ്രാർത്ഥനയെ ആക്ഷേപിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതോ ഒരു താത്ത തിയേറ്ററിൽ പോയി സിനിമ കണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ താത്തയുടെ അറിവില്ലായ്മയോ എന്തോ അവിടെ വിളിച്ചു പറയുന്നുണ്ട്, അള്ളാഹു എന്നെ ഇവിടെ എത്തിച്ചതാണ്, ഇതുപോലെയുള്ള സിനിമ ഇറക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അതിനൊരു റിയാക്ഷൻ ചെയ്യുകയാണ് ഈ വിദ്യാർത്ഥി. ഈ വിദ്യാർത്ഥിയുടെ റിയാക്ഷൻ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. വളരെ രസകരമാണ്. പക്ഷേ അത് നമ്മുടെ ഇസ്ലാമിനെ, വിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന രൂപത്തിലായിപ്പോയി എന്നതാണ് ദുഃഖകരം. ആ കുട്ടിയുടെ പല വീഡിയോസുകളും എന്തെല്ലാം മോശത്തരങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിച്ചു പോകുന്നത്, ഒരുപക്ഷെ എനിക്കിതൊക്കെ വല്ലാത്ത വിഷമം തോന്നുന്നത് ഞാനൊരു ഉപ്പയായതുകൊണ്ടാകാം. അതല്ലെങ്കിൽ ഞാൻ 10 കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മതാധ്യാപകനായതിൻ്റെ പേരിലാകാം. ഇതൊന്നും ആ കുട്ടിയുടെ ഉപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ സഹോദരിമാരോ ആരും കാണുന്നില്ലേ എന്നാണ് അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചു പോകുന്നത്. അത്രയും കണ്ടാൽ നമുക്ക് വെറുപ്പ് തോന്നുന്ന, ഒരു നാണം തോന്നിപ്പിക്കുന്ന, ലജ്ജ തോന്നിപ്പിക്കുന്ന പല വീഡിയോസുകളും ആ കുട്ടി അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം പോസ്റ്റിട്ട ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വിസ്മിച്ചൊല്ലി നീ തിയേറ്ററിൽ കയറ്റണമേ താത്താടെ തിയേറ്റർ നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാ. താത്ത കാണുന്ന ഓരോ സിനിമകളും നല്ല സിനിമയായിരിക്കണേ താത്ത. നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ വന്ന് കണ്ടത്. അതുപോലെ താത്താടെ ആയുസ്സും ആരോഗ്യവും നീ നീട്ടി കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ താത്താക്ക് പഴയ വിലാസിനി, സുഹാസിനി, മമ്മൂട്ടി, മോഹൻലാല് ഇവരുടെ സിനിമ നീ കാണാനുള്ള ആഫിയത്ത് നൽകണമേ അള്ളാഹുവെ. താത്ത കണ്ട ഓരോ സിനിമകളും വാല്യൂ ഫോർ മണി ആക്കണമേ അല്ലാ. അള്ളാഹുവെ താത്താടെ വിഷമം നീ മാറ്റി കൊടുക്കണമേ അല്ലാ. താത്ത കണ്ട മോശ സിനിമകളെല്ലാം മനസ്സിൽ നിന്ന് മറപ്പിക്കണമേ അള്ളാഹുവേ. താത്ത കണ്ട പച്ചയായാലും നീലയായാലും മഞ്ഞ സിനിമയായാലും എല്ലാം നീ കണ്ണിന് കുളിർമയേകുന്ന സിനിമ കാണിച്ചു കൊടുക്കണേ അള്ളാ. താത്താടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊടുക്കണമേ അള്ളാ. അള്ളാഹുവേ. താത്ത തിയേറ്ററിൽ പോകുമ്പോ ഫസ്റ്റ് ഷോയ്ക്ക് ഫസ്റ്റ് സീറ്റ്, ഫസ്റ്റ് റോയിൽ തന്നെ ഇരിക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാ. നിങ്ങൾ ആ പ്രാർത്ഥന കേട്ടില്ലേ? ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, ഇതുപോലെയുള്ള വിദ്യാർത്ഥികൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്കൊന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, തൻ്റെ ജീവിതത്തിൽ ആത്മീയമായ പുരോഗതി ഉണ്ടാകാനൊന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമുക്കൊരു ദിവസമുണ്ട്. ആ ദിവസം അതിവിദൂരമല്ല, ഏതു സമയവും നമുക്കുണ്ടായേക്കാം. ഖുർആൻ പറയുന്നു, ഐനമാ തകൂനു യുദ്രികുകുമുൽ മൗത്ത് വഇൻ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എത്ര വലിയ ഉരുക്കുകോട്ടയിലാണെങ്കിലും മരണമെന്ന പ്രതിഭാസം നിന്നെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. ഈ സമയം നമ്മുടെ ജനാസയെ അനുഗമിക്കുവാൻ ആയിരങ്ങൾ പങ്കെടുക്കും. ആ സമയത്ത് കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിൻ്റെ പലതും അവരുടെ മനസ്സുകളിൽ ഉൾത്തിരിഞ്ഞു വരും. കൂട്ടത്തിൽ മോനി നടത്തിയ പ്രാർത്ഥനയും വരും. ആ പ്രാർത്ഥന ഒരു പക്ഷേ ആ സമയത്ത്, വേദനിക്കേണ്ട ആ സമയത്ത് അവരുടെ മനസ്സിൽ ചിരിയുണ്ടാക്കും. അത് ഒരു പക്ഷേ
ഇതുപോലെ പ്രാർത്ഥന നടത്തുന്ന പലരെയും ആഖിറത്തിൽ വേദനിപ്പിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.